ചേട്ടാ, നമ്മൾ പല സ്ഥലങ്ങളിൽ പല സാഹചര്യങ്ങളിലുള്ള അയിത്തങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഈ മാധ്യമ പ്രവർത്തകർ തമ്മിൽ ഇത്തരത്തിലുള്ള അയിത്തത്തിന്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അയിത്തം തന്നെ ആവശ്യമുണ്ടോ എന്ന കാര്യത്തിലേക്കാണ് പല സാഹചര്യങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒരു വിഷയമാണ്, അതായത് പ്രമോദ് രാമൻ, നമ്മുടെ മീഡിയ വണ്ണിന്റെ വാർത്താ മേധാവി, അദ്ദേഹം ഇപ്പോഴൊരു നിലപാടെടുത്തതാണ് ഞാൻ ചേട്ടനുമായി പങ്കുവെക്കുന്നത്. അദ്ദേഹത്തിന് ഇന്ത്യ പ്രസ് ക്ലബ് നോർത്ത് അമേരിക്ക പയനീർ ഇൻ മീഡിയ അവാർഡ് പ്രഖ്യാപിച്ചിരുന്നു. മികച്ച മാധ്യമ പ്രവർത്തകൻ ആ മേഖലയിലാണ്. അതേ അവാർഡ് ജനം ടി വിയിലെ ന്യൂസ് കോർഡിനേറ്റർ, ചീഫ് കോർഡിനേറ്റർ അനിൽ നമ്പ്യാർക്കും പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ആ ഒരു അവാർഡിനെ കുറിച്ച് അദ്ദേഹം ഇപ്പോൾ ആ അവാർഡ് വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്ന കാരണങ്ങൾ ഇതാണ്: അവാർഡ് എന്നാൽ മികവിനെ അംഗീകരിക്കുകയാണല്ലോ. എന്റെ കാഴ്ചപ്പാടിൽ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ നിരന്തരം വിഷം ചുരത്തുന്ന ഗസയിലെ വംശഹത്യയെ പ്രകീർത്തിക്കുന്ന രാജ്യത്തെ ഭരണകൂടത്തിന്റെയും അതിനെ നയിക്കുന്ന സംഘടനയുടെയും ഫാഷിസ്റ്റ് നടപടികളെ ന്യായീകരിക്കുകയും അത് വാഴ്ത്തിപ്പാടുകയും ചെയ്യുന്ന ഒരുതരം ജേർണലിസത്തിനും ഇതേ അവാർഡ് നൽകി എന്ന് പറഞ്ഞാൽ അത് ജനം ടി വിയിലെ അനിൽ നമ്പ്യാർക്കും അവാർഡ് നൽകി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിനെ അംഗീകരിക്കാൻ തനിക്ക് കഴിയില്ല, അതുകൊണ്ട് എനിക്ക് ഈ അവാർഡ് വേണ്ട എന്നാണ് പ്രമോദ് രാമൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം ഈ കാര്യം അറിയിച്ചിരിക്കുന്നു. മറ്റൊന്ന്, തിരുവനന്തപുരം പ്രസ് ക്ലബിനും ഇതേ സംഘടന അവാർഡ് നൽകിയിട്ടുണ്ട്. അപ്പോൾ പ്രസ് ക്ലബ് സെക്രട്ടറി ആയ ആൾക്കെതിരെ നേരത്തെ ചില പരാതികളുണ്ടായിരുന്നു, പോലീസ് കേസൊക്കെ ഉണ്ട്, അത് നിലനിൽക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള സെക്രട്ടറി ആയിരിക്കുന്ന ഒരാൾ ഒരു പ്രസ് ക്ലബിന് അവാർഡ് നൽകിയതിനെയും എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പ്രമോദ് രാമൻ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വലിയ മാധ്യമ ധർമ്മമാണ് പ്രമോദ് രാമനും മീഡിയ വണ്ണും ഉയർത്തിപ്പിടിക്കുന്നത്. എങ്ങനെയാണ് ചേട്ടൻ കാണുന്നത്? ഇത് വേശ്യയുടെ ചാരിത്ര പ്രസംഗം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. കാരണം മീഡിയ വൺ ഏകപക്ഷീയമായ മുസ്ലിം വർഗീയതയെ പ്രകീർത്തിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു വാർത്താധിഷ്ഠിത ചാനലാണ് മീഡിയ വൺ. മീഡിയ വണ്ണിൻ്റെ തലപ്പത്തിരുന്നുകൊണ്ട് മറ്റൊരു ചാനലിൻ്റെ മേധാവിയെ, അത് ചാനൽ പ്രവർത്തകനെ ആക്ഷേപിക്കുന്നതന്നെ അത് തൊഴിൽ കുത്ത് എന്ന് വേണമെങ്കിൽ പറയാം. ഒരേ തൊഴിൽ ചെയ്യുന്നവരാണല്ലോ. മാനേജ്മെന്റ് ഏതാണെങ്കിലും അവർ ഒരേ തൊഴിലിൽ ഏർപ്പെട്ടവരാണ്. ഇപ്പോൾ ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ഒരു പയനിയർ ഇൻ മീഡിയ അവാർഡാണ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. അത് പ്രമോദ് രാമനെ പോലെ തന്നെ അനിൽ നമ്പ്യാർക്കും, എനിക്ക് തോന്നുന്നു ജന്മഭൂമിയുടെ പി ശിവകുമാറിനും ഒക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അവാർഡ് ജന്മഭൂമിയുടെ അല്ലെങ്കിൽ മീഡിയ വണ്ണിന്റെ ലേഖകൻ മാത്രം പറയുകയാണ്, ഞാൻ ജനഞ്ചാൽ ഇങ്ങനെ ഗാസയിലെ കയറ്റത്തെ നിരന്തരം ഭരണകൂടത്തെ സഹായിക്കുന്ന നിലപാടുകൾ എടുക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഭരണകൂടത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടെടുക്കുന്നു. അതുകൊണ്ട് എൻ്റെ ധർമ്മം എന്നെ അനുവദിക്കുന്നില്ല, മൗലികമായ ധർമ്മം എന്നെ അനുവദിക്കുന്നില്ല, ഞാൻ ആ മാധ്യമ അവാർഡ് സ്വീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ശുദ്ധ ഭോഷ്കാണ്, ഒരു ജാടയാണ്. മാനേജ്മെന്റിന്റെയും കുറെ ഇസ്ലാമിക ഭീകരവാദികളെ കയ്യടി കിട്ടാൻ വേണ്ടിയുള്ള വിദ്യയാണ് ഇതിനെ കാണാൻ. പ്രമോദ് രാമന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്ന ഒരു കമന്റാണ് എനിക്ക് ഏറ്റവും കൂടുതൽ രസകരമായി തോന്നിയത്. പ്രമോദ് രാമൻ അവാർഡ് വേണ്ടെന്ന് വെച്ചു. ഏതാ പ്രമോദ് രാമന്റെ ചാനൽ? മീഡിയ വൺ. ആഹാ, അന്തസ്. അതായത് ആളുകളിൽ പലരും മീഡിയ വണ്ണിനെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് പ്രമോദ് രാമനും മീഡിയ വൺ ടീമും മാത്രം അറിഞ്ഞില്ല എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഈ പറഞ്ഞ മാതിരി ഈ സൂര്യനെ പാഴ്മരം കൊണ്ട് മറയ്ക്കാനാവില്ലല്ലോ. ഇവരിങ്ങനെ മറച്ചു പിടിച്ചേക്കാണ്, സത്യത്തെ മറച്ചു പിടിക്കുകയാണ്. സത്യത്തെ മറച്ചു പിടിച്ചുകൊണ്ടാണ് ഇവരുടെ പ്രവർത്തനം മുഴുവൻ. അതുകൊണ്ട് അതൊരു വർഗീയ ചാനലാണെന്ന് ആർക്കറിയാത്തത്. ജനം ടി വി വർഗീയ ചാനലെന്ന് പറയാൻ പറ്റില്ല. ജനം ടി വി എല്ലാ വാർത്തകളും പറയുന്നുണ്ട്. ഗാസയിലെ കടന്നുകയറ്റത്തെ എതിർത്തത് ജനം ടി വി മാത്രമല്ലല്ലോ. ഈ ലോകത്തെ എത്രയോ രാജ്യങ്ങളാണ്, അമേരിക്ക അടക്കമുള്ള എത്രയോ രാജ്യങ്ങളാണ് ഈ ഹമാസിന്റെ ഭീകരവാദത്തെ എതിർത്തത്. ഇവിടെ ആരാണ് ഇസ്രായേലിനെ കൊണ്ട് യുദ്ധം ആരംഭിപ്പിച്ചത്? വെറുതെ ഇരുന്ന ഇസ്രായേലിനെ കുറിച്ച് വെറുതെ ചൊറിയാൻ പോയതാരാ? തീർച്ചയായും ആദ്യം ഹമാസ് പോയി ചൊറിഞ്ഞ് അവരുടെ 500ഓളം ആളുകളെ തട്ടിക്കൊണ്ടുപോയി ഇന്നും മോചിപ്പിക്കാതെ 100-120 ആളുകളെ ബന്ദിയായി പാർപ്പിച്ചിരിക്കുകയല്ലേ. അതേപോലെ യുദ്ധം തുടങ്ങിയോളൂ. ഈ പ്രസ് ക്ലബ് സെക്രട്ടറിക്കെതിരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാരവാഹികൾക്കെതിരെ പരാതികളും ആരോപണങ്ങളും വരുന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ല.
അല്ലെങ്കിൽ ഇവരുടെ സ്ഥാപനത്തിൽ ഇരിക്കുന്ന എല്ലാവരും പരിശുദ്ധരാണ്. പരിശുദ്ധരായിരിക്കണം. അങ്ങനെയുള്ള പലരും ആണോ അവിടെ ഇരിക്കുന്നത് എന്നതും ശ്രദ്ധേയമായ ചോദ്യമല്ലേ? കാരണം ഇങ്ങനെ പ്രസ് ക്ലബ് സെക്രട്ടറിയുടെ പേരിൽ ഒരു ആരോപണം വന്നു, വനിതാ മാധ്യമ പ്രവർത്തകയുടെ. അതുമായി ബന്ധപ്പെട്ട കേസ് തുടരുകയാണ്. അതിന്റെ പേരിൽ ഞാൻ അവിടെ ക്ലബിന് അവാർഡ് കൊടുത്തുകൊണ്ട് അതുകൊണ്ട് എനിക്ക് അവാർഡ് വേണ്ട, ഞാൻ മാധ്യമധർമ്മം ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട്. ഒരു മാധ്യമധർമ്മം കാണിക്കാത്ത ചാനലാണല്ലോ മീഡിയ വൺ, അല്ലേ? ഏതെങ്കിലും തരത്തിൽ ആ മാധ്യമധർമ്മം കാണിക്കാറുണ്ടോ? ഉദാഹരണത്തിന് അയോധ്യയിലെ തർക്കമന്ദിരം തകർന്നിട്ട് വർഷങ്ങൾ എത്രയായി? അവിടുത്തെ മുസ്ലിംസ് പോലും മറന്നു, അത് എല്ലാവരും മറന്നു. അവിടെ പുതിയ രാമക്ഷേത്രം വന്നു. രാമക്ഷേത്രം വന്നിട്ട് അതിൻ്റെ ആഹ്ലാദത്തിമുറിപ്പിലാണ് ബഹുഭൂരിപക്ഷം ആളുകളും, ലക്ഷോപലക്ഷം ആളുകൾ അവിടെ വരുന്നത് കാണുന്നു. പക്ഷേ ഇപ്പോഴും ഡിസംബർ 6-ന് 6 മറക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസംബർ 5-ാം തീയതി 6-ാം തീയതി ഏറ്റവും കൂടുതൽ ഫുൾ ഡേ വാർത്താ പ്രക്ഷേപണം ചെയ്യുന്ന ഇവരുടെ ഒരു 3 പേരെ ഇരുന്നിട്ടുള്ളൊരു ചർച്ചയുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നതെന്നാണ് സമൂഹം പറയുന്നത്. അതെ, വട്ടക്കൂട്ടം, എന്താ പറയാ, ചായക്കൂട്ടം, എന്തോ പേരിട്ടാണ് ട്രോളർക്കുന്നത്. പലരും അടുപ്പ് കൂട്ടി ചർച്ച എന്നാണ്, 3 കല്ല് വെച്ചിട്ട് ചർച്ച ചെയ്യുകയാണ്. അതിലൊരു അവതാരികയുടെ അവർ അവതരിപ്പിച്ച ഒരു കാര്യം അതിപ്പോൾ ട്രോളായിട്ട് ഇറങ്ങുന്നുണ്ട്. അതായത് ജയ് ഗണേഷ് എന്ന ഉണ്ണിമൂന്നന്റെ സിനിമ, അത് ഗണപതിയെ കുറിച്ചാണ്. ഗണപതിയും ജയ് ഗണേഷും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇവരങ്ങ് അവതരിപ്പിക്കുകയാണ് 3 പേര് കൂടിച്ചേർന്ന്. അതിൽ അവരെ ഹിന്ദുവിനെ വിമർശിക്കുന്നു, രാജ്യത്തെ വിമർശിക്കുന്നു, ലോകത്ത് മറ്റെടുത്തും ഒരു രാജ്യത്തും ഒരു പ്രശ്നമില്ല എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളാണ് ഇത്തരത്തിൽ മറ്റൊരു മാധ്യമ സ്ഥാപനത്തെ വിമർശിച്ചുകൊണ്ട്, അവിടുത്തെ മാധ്യമ പ്രവർത്തകന്റെ നിലപാടുകളെ വിമർശിച്ചുകൊണ്ട് എനിക്ക് അയാളെ തൊടാൻ പാടില്ല, ഞാൻ അയിത്തമാണ്, മറ്റൊരു മാധ്യമ പ്രവർത്തനായ അയിത്തമാണ് എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളതെന്നാണ് ആളുകൾ ചോദിക്കുന്നത്. സത്യത്തിൽ ചേട്ടാ, ഈ ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു കലഹത്തിന്റെ ആവശ്യമുണ്ടോ? അതായത് നിലപാടുകൾ ഉണ്ടാവും, പലർക്കും പല രീതിയിലുള്ള നിലപാടുകളായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ മാധ്യമപ്രവർത്തകർ മേഖലയിലും അത്തരത്തിൽ നിലപാടുള്ള ആളുകളുണ്ട്. ഇത് ഞാൻ വലിയ സംഭവമാണ് എന്ന് ഉയർത്തി കാണിച്ച് ആരെയോ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നിലപാടല്ലേ ഇത്? തികച്ചും കാപട്യമാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നിങ്ങളിപ്പോൾ പറഞ്ഞ മാതിരി ഇത് തൻ്റെ മാധ്യമ മുതലാളിയെ സ്നേഹിക്കാൻ, മാനേജ്മെന്റിനെ പ്രീണിപ്പിക്കുവാനുള്ള ഒരു നിലപാടിന്റെ ഭാഗമാണ്. ആടിനെ പട്ടിയാക്കുന്നൊരു വിധിയാണ് ഈ കാണിക്കുന്നത്. ഒരു നമ്പൂതിരി ആടിനെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് പാവം എല്ലാവരും കൂടെ വടിയിരുന്ന് പറയും, ഇത് പട്ടിയാണ് എന്ന് പറയും. 4 പേര് പറയുമ്പോൾ കൊണ്ടുപോയ ആൾക്കെ സംശയിച്ചു. അദ്ദേഹം പാവം അപ്പുറത്തുകൊണ്ട് ഇറക്കി വിട്ടിട്ട് പോയി പട്ടി ഓടിച്ചു വിട്ടു. മറ്റവന്മാർ ആടിനെ പിടിച്ച് കശാപ്പ് ചെയ്ത് ശാപ്പിടുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ളൊരു വിദ്യയാണിത്. അല്പമെങ്കിലും ആത്മാർത്ഥം ഉണ്ടെങ്കിൽ വേണുഗോപാലകൃഷ്ണൻ എങ്ങനെയാണ് അതിനകത്ത് വെച്ചിട്ടുള്ളത്? മാതൃഭൂമിയിൽ എങ്ങനെയാണ് അദ്ദേഹം പുറത്തു പോയത്? എൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പെൺകുട്ടിയുടെ അപമര്യാദയെ പെരുമാറിയെന്ന കാരണം പറഞ്ഞിട്ടല്ലേ അദ്ദേഹത്തിനെ അവിടുന്ന് പുറത്താക്കിയത്? അങ്ങനെയുള്ള വേണുഗോപാലകൃഷ്ണൻ സഹപ്രവർത്തകനായി വെച്ചുകൊണ്ട് ആ ഒരു മാധ്യമത്തിൽ എങ്ങനെയാണ് ഈ രാധാകൃഷ്ണനെതിരെ പത്രപ്രവർത്തക യൂണിയൻ പ്രസ് ക്ലബിന്റെ സെക്രട്ടറി രാധാകൃഷ്ണനെതിരെ ആരോപണം പറയാൻ സാധിക്കുക? അപ്പൊ ഇതിലൊന്നും ധാർമ്മികതയോ മനസാക്ഷിയോ ഉള്ളതല്ല. തൊഴിൽപരമായ ഒരു സത്യസന്ധത എല്ലാവർക്കും വേണമല്ലോ. ആ സത്യസന്ധത പോലും, തൊഴിൽപരമായ ഒരു സത്യസന്ധത പോലും കാണിക്കുന്നില്ല. ഇതിപ്പം അനിൽ നമ്പ്യാരെ എതിർക്കുമ്പോൾ ഞങ്ങൾ സംഘപരിവാർ രാഷ്ട്രീയ വിരുദ്ധരാണ് എന്ന് വരുത്തി തീർക്കുക, അത്രയേ ഉള്ളൂ. ഇയാൾ അവിടുത്തെ ഒരു സ്റ്റാഫ് മാത്രമല്ലേ? മാധ്യമത്തിൽ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ മീഡിയ വണ്ണിൽ ജോലി ചെയ്യുന്നു മാത്രമല്ലേ ഉള്ളൂ. മീഡിയ വണ്ണിൽ നിന്ന് ആരെ മാറ്റിക്കഴിഞ്ഞാലോ ഒന്നുമല്ല. അപ്പൊ മീഡിയ വണ്ണിൽ നിൽക്കുന്നിടത്തോളം കാലം ഇദ്ദേഹത്തിന് സംഘപരിവാർ വിരുദ്ധനാവാം. നാളെ ഇദ്ദേഹത്തിന് വേറെ ചാനൽ പോയാലോ ആ ചാനലിന്റെ നിലപാടുകൾക്കൊപ്പം നിൽക്കേണ്ടി വരില്ലേ? അതിൽ ഇത്തരം നിലപാടുകൾ ഒരു ശരിയല്ല. അദ്ദേഹത്തിന് വ്യക്തിപരമായ നിലപാടെടുക്കാം, പക്ഷെ അതിന്റെ തൊഴിലുമായി കൂട്ടിക്കെട്ടാൻ പാടില്ല. തൊഴിൽ മേഖലയിൽ മാത്രം സംരക്ഷിക്കപ്പെടേണ്ട ഒന്നാണ്, മറ്റേത് വ്യക്തി ജീവിതത്തിൽ കാണിക്കേണ്ടതാണ്. അപ്പോൾ ധാർമ്മികത വ്യക്തി ജീവിതത്തിൽ വേണം. ധാർമ്മികതയോ എന്തെങ്കിലും ഒരു ആദർശമോ ആശയമോ ഇത്തരക്കാർക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അല്ല, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വന്തം സഹപ്രവർത്തകനായി കാണേണ്ട ഒരു പത്രപ്രവർത്തകനെ അല്ലെങ്കിൽ ഒരു സഹയാത്രികനെ ഇത്രയും ആക്ഷേപം ചൊരിയേണ്ട കാര്യം എന്താണ്? അദ്ദേഹം നേരത്തെ സൂര്യ ടി വിയിൽ ഉണ്ടായിരുന്ന ആളാണ്. തീർച്ചയായും അദ്ദേഹം RSSന്റെ പ്രചാരകനൊന്നുമല്ല. തൊഴിൽ ചെയ്യുന്ന അടിസ്ഥാനത്തിൽ ചാനൽ ജോലി ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അതിന്റെ തൊഴിലാണ്. ആ തൊഴിലിനോട് അദ്ദേഹം നീതി പുലർത്തുന്നു. അത് മാത്രമല്ല, ഈ ജനം ടി വിയില് ഞാനടക്കമുള്ള ആളുകൾ 5-6 വർഷം ഞാൻ അവിടെ ജോലി ചെയ്ത ആളാണ്. അപ്പം അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ എല്ലാം ഈ സംഘപരിവാർ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആളുകളൊന്നുമല്ല. അവിടെ വന്നതിന് ശേഷം ഈ ആശയം ഉൾക്കൊണ്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടാവും. അവർക്ക് ഒരു അവാർഡ് കിട്ടുമ്പോൾ അങ്ങനെ ഉദ്ദേശിച്ചാൽ തന്നെ എനിക്ക് അവനൊപ്പം ഈ അവാർഡ് വേണ്ട എന്ന് പറയുമ്പോൾ എന്തൊരു മാനസികാവസ്ഥയാണെന്നാണ് ആലോചിക്കേണ്ടത്. അതെ, അവിടെ സംഘപരിവാറിന്റെ ആളുകൾ മാത്രമല്ല,
അവിടെ ജോലി ചെയ്യുന്നവരൊന്നും RSSുമായി പുലബന്ധം പോലും ഇല്ലാത്ത ആളുകളും തനി മാർക്സിസ്റ്റുകാരും ഒക്കെ അതിനകത്തുണ്ട്. തീർച്ചയായും കാരണം മാധ്യമ സ്ഥാപനമാണത്. പലരും ഉണ്ടാവും. മാധ്യമ സ്ഥാപനത്തിൽ വേണ്ടത് മാധ്യമ പ്രവർത്തനം ജോലി ചെയ്യാനുള്ള ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നോക്കിയിട്ടാണ്. അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ അവർക്കവിടെ ജോലി ചെയ്യാൻ പറ്റും. അങ്ങനെ മാധ്യമ സ്ഥാപനം, അല്ലാണ്ട് RSSന്റെ പ്രചാരകന്മാരല്ല അവിടെ ജോലി ചെയ്യുന്നു. നീ പത്രപ്രവർത്തന മേഖലയിൽ പ്രാപ്തിയില്ലാത്ത RSSന്റെ പ്രവർത്തകരെ കൊണ്ടുപോയി അവിടെ നിയമിക്കാൻ പറ്റുമോ? അപ്പം പത്രപ്രവർത്തന മേഖലയിൽ പരിചയമുള്ള, ചാനലിൽ ജോലി ചെയ്ത് പാരമ്പര്യമുള്ള, ഇത്തരം രംഗങ്ങളിൽ പ്രവർത്തിച്ച ആളുകൾക്ക് മാത്രമേ അവിടെ പ്രവർത്തിക്കാൻ സാധിക്കൂ. അവിടെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല. അവർ മാനേജ്മെന്റ് വെക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് മാനേജ്മെന്റിന്റെ ആ ഒരു താല്പര്യത്തിനനുസരിച്ച് താല്പര്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ആരെയും അവിടെ സ്വീകരിക്കും. ഇല്ലേ? അതാണ് എല്ലാ ചാനലും. എന്തായാലും ഇത് ഈ ഒരു അയിത്തം അത് പ്രമോദ് രാമന്റെ മനസ്സെന്തെങ്കിലും മായട്ടെ അല്ലെ? ആ അയിത്തം നല്ലതിനല്ല. അയിത്തം പാപമല്ലെങ്കിൽ മറ്റൊന്നും തന്നെ പാപമല്ല എന്ന വിശ്വാസം ഭാരതത്തിലുള്ളത്. അയിത്തമാണ് ഏറ്റവും വലിയ പാപം. അയിത്തം പാപമല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ മറ്റൊന്ന് ഈ രാജ്യത്തെ പാപമല്ലാതായി തീരും. പ്രമോദ് രാമന്റെ മനസ്സ് വളരെ മോശം അവസ്ഥയിലാണ് ഇപ്പൊ പ്രവർത്തിക്കുന്നത് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് പ്രമോദ് രാമന്റെ മനസ്സിനകത്ത് കുറെ വെളിച്ചം കയറട്ടെ, അതിന് ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ എനിക്ക് ഇന്നത് പറയാനുള്ളൂ. തീർച്ചയായും.